ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പെരുന്നാൾ ഷോപ്പിംഗ് വ്ളോഗാണ്. നമ്മൾ വിചാരിച്ചതിന് ഒരുപാട് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ വിചാരിച്ചതിന് കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഇൻട്രോ അധികം വലിച്ചു കിട്ടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഇപ്പോൾ വൈഫൈ കട്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്ക് ബാക്കി എടുക്കാം ഗൈസ്. അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഇൻട്രോ ആയിപ്പോയി, കാരണം ലേറ്റായിപ്പോയി. അതിൻ്റെ ഇടയിൽ കുഞ്ഞുവിന് ക്ലാസ് ഉണ്ട്. ഇവർക്ക് ഇവർക്ക് സ്കൂൾ അടച്ചു. അപ്പോൾ കുഞ്ഞുവിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞുവിനെ തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടിയിലെ ഡ്രൈവറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വണ്ടിയിലെ ഡ്രൈവർ സ്ഥലത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുഞ്ഞുവിനെ സേഫായിട്ട് ഇവിടെ ഇറക്കുമോ അതോ ഇവിടെ ഇറക്കുമോ, വീട്ടിൻ്റെ ഇവിടെ ഇറക്കുമോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങി ഗൈസ്, പോണ വഴിക്ക് പറങ്ങേണ്ടി, അതായത് കശുവണ്ടിയുടെ കറ വീണ പൊള്ളുവെന്ന് കേട്ടോ. പക്ഷേ മാങ്ങയുടെ കറ വീണ ഇത്രയും പൊള്ളുവെന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യത്തെ അറിവാനായിട്ടാ മാങ്ങാക്കറ ഇങ്ങനെ പൊള്ളുവെന്ന്. ഭയങ്കര നീറ്റ്. ആസ് യൂഷ്വൽ നമ്മളെല്ലാം എപ്പോഴത്തെയും പോലെ ചിറയൻകീഴ് തന്നെയാണ് ഡ്രസ്സ് എടുക്കാൻ വന്നത്. ആറ്റിങ്ങൽ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞ് വേണ്ട, ബസ് കയറി ഇറങ്ങി പോകുന്നത് ബുദ്ധിമുട്ടാവും. സ്കൂട്ടിയിലാവുമ്പോൾ ഇക്ക ആണെങ്കിൽ കൊണ്ടുപോയേനെ, പക്ഷേ നമുക്ക് വണ്ടി കയറി ഇറങ്ങി ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ച് ചിറയൻകീഴിൽ നിന്ന് മേടിച്ചാൽ മതി എന്ന്. ചിറയൻകീഴ് എത്തിക്കഴിഞ്ഞ് ഈ ബെസ്റ്റ് ബേക്കറിയുടെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ അറേബ്യൻ ഫുഡ് കോർട്ടിലെത്തിയ എനിക്കും പാത്തൂനും വിശക്കും. അങ്ങനെ ഞങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചൊരു ക്വാർട്ടർ മന്തി മേടിച്ചു കേട്ടോ. ക്വാർട്ടർ മേടിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. റൈസ് നല്ല കൂടുതലാണല്ലോ, അപ്പോൾ നമ്മൾ വെറുതെ ഹാഫ് മേടിച്ച് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് മേടിച്ചേ. പിന്നെ ഞങ്ങൾ ഷിഫ ടെക്സ്റ്റൈൽസിലാണ് എപ്പോഴും വരുന്നത് പോലെ ഡ്രസ്സ് എടുക്കാൻ വന്നത്. ഇതവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുള്ള ടോപ്പുകളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതും എടുത്തുകൊണ്ട് ഞങ്ങൾ മന്തി കഴിച്ചതിൻ്റെ കുറച്ച് ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മാറി മാറി കയറി 2-3 ഓട്ടോ കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ശാർക്കര പറമ്പിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ചിറയൻകീഴിൽ നിന്ന് ഞങ്ങൾ വലിയ കടയിൽ നിന്ന് നടന്ന് പോവുകയാണ്. കാരണം ഇവിടെ നിന്ന് ഒരു ഓട്ടോ കയറി ഇറങ്ങി അവിടെ 40 രൂപ കൊടുക്കണം. 20 രൂപയാണ് അടുത്തിറങ്ങിയാലും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് എനിക്ക് ടോപ്പ് എടുക്കാൻ എനിക്ക് വേറെ കടയിൽ പോകണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഷിഫയിൽ നിന്നല്ല കേട്ടോ ടോപ്പ് എടുത്തത്, ഞാൻ ടോപ്പ് എടുക്കുന്ന വേറൊരു കടയിൽ നിന്നാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ശാർക്കര പറമ്പിൽ വന്നു. അപ്പോൾ അവിടെ അധികം കടകളൊന്നും ആയിട്ടില്ല, കടകളൊക്കെ വരുന്നേ ഉള്ളൂ. പിന്നെ കുറേ ചെടികളൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്ത്. ആരും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് ആളുകൾ വന്നു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരമാണ് ഇവിടെ തിരക്ക്. കാര്യം വെയിലല്ലേ, ഭയങ്കര ചൂടാണല്ലോ, അധികം ആരും വരത്തില്ല. പിന്നെ എപ്പോഴത്തെയും പോലെ 90s മുട്ടായിയൊക്കെ ഉണ്ടായിരുന്നു, ജോക്കർ മുട്ടായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനൊന്നും പഴയ ആ ഒരു ടേസ്റ്റ് കാണത്തില്ല, അത് വേറെ കാര്യം. പണ്ടുള്ള ആ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. പിന്നെ ഇതുപോലെ പഴയ നൊസ്റ്റാൾജിയ മുട്ടായി എന്ന് പറഞ്ഞ് വെക്കാൻ കൊള്ളാം. പിന്നെ എനിക്ക് എവിടെ ചെന്നാൽ ഈ കമ്മൽ ഭ്രാന്തുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് കമ്മലിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. പാത്തൂന് ഇതാ ഈ ഒരു ചെയിൻ വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചു കൊടുത്തു. എനിക്കൊരു കമ്മൽ വാങ്ങിച്ചു, അവൾക്കൊരു ബിഗ് ബിയുടെ കോണം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ശാർക്കര ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ എൻട്രി നമ്മൾ കയറി വരുന്ന ആ ഒരു ഭാഗം വീഡിയോ എടുത്തു. അത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്ത് ഇതാണ്ട് ബജ്ജിക്കടയിൽ ഇത് മുളകിൻ്റെ പരസ്യമാണോ എന്തോ ഇഷ്ടം പോലെ അലങ്കാര പന്തൽ കണക്ക് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ വീഡിയോ എടുക്കുന്നുണ്ട്. 2 ചേട്ടന്മാർ അതുവഴി പോയിട്ട് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇവിടെ നിന്നാണ് ക്ഷേത്രം തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ് കേട്ടോ, ഇവിടെ നിന്നാണ് ഈ മണ്ഡപമൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഞാൻ സൂം ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല രസമാണ് കേട്ടോ ക്ഷേത്രം കാണാനും. നമുക്ക് ഭയങ്കര പീസ്ഫുള്ളാണല്ലോ അവിടുത്തെ അന്തരീക്ഷം. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഫാത്തിമയെ കണ്ടു കേട്ടോ. ഫാത്തിമയുടെ കല്യാണ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. ഫാത്തിമയെ ഞാൻ അവിടെ വെച്ച് യാദൃശികമായിട്ട് കണ്ടുമുട്ടി. അപ്പോൾ ഫാത്തിമാരെ ബേബി ഉണ്ടായിരുന്നു, അവളെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാത്തിമാരെ ഇത്താടെ കയ്യിൽ നിന്നാണ് ഞാൻ എൻ്റെ കയ്യിലിട്ട നെയിൽ കോൺ മേടിച്ചത്. നല്ല നെയിൽ കോണായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറി. ആ ഓട്ടോയിൽ ഞങ്ങൾ അഴൂർ ATK എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. അവിടുത്തെ നല്ല ഡ്രസ്സാണ്. അവിടെ ടോപ്പുകൾ നല്ല വിലക്കുറവുമാണ്, നല്ല ക്വാളിറ്റി ടോപ്പുകളാണ് കേട്ടോ. നല്ല നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഞാൻ അവിടെ നിന്നാണ് കഴിഞ്ഞ വർഷവും ചെറിയ പെരുന്നാളിന് ടോപ്പ് എടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട്. പിന്നെ എല്ലാമൊക്കെ മേടിച്ച് ഞങ്ങൾ ശാർക്കരയിൽ നിന്ന് അവിടം വരെ നടന്നപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നി കേട്ടോ. സിറ്റിയിലും കൂടെ ഇറങ്ങിയിട്ട് പെരുമാറ ജംഗ്ഷനിൽ ഇറങ്ങി വീട്ടിലോട്ട് നടന്നപ്പോൾ നല്ല ക്ഷീണമായിരുന്നു. വീട്ടിൽ വന്ന് കയറി മുടിയൊക്കെ ഇങ്ങനെ വാരിപ്പിടിച്ച് കെട്ടിയപ്പം വീട്ടിനകത്ത് വന്ന് കയറിയപ്പോൾ വീർത്തുളിക്കുന്നു. വീട്ടിനകത്ത് വന്ന് കയറിയപ്പം ഭയങ്കര ചൂട് ഗൈസ്. ഇവിടുത്തെ ചൂടാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്ത ചൂടാണ്. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ അതിൻ്റെ ചോട്ടിൽ നിന്നു. അപ്പോഴാണ് ഓർത്തത് കുഞ്ഞുവിനെ വിളിക്കാൻ പോകണമല്ലോ എന്ന്. അപ്പം അവനെ വിളിക്കാൻ ചെന്നപ്പോൾ താണ്ട എൻ്റെ ആരുമില്ലേ എന്നുള്ള ഭാവത്തിൽ നടന്നു പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ ഷോയാണ് ഇനി കാണിക്കുന്നത്. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തത്.
ഇത് ഞാൻ ഗ്രൂപ്പിലിട്ടപ്പോൾ റംസി എന്നോട് ചോദിച്ചത്, നിനക്ക് നീലയിൽ ആരെങ്കിലും കൈവേഷം തന്നോടി, നിനക്ക് എപ്പോഴും നീലയെ കൈ കിട്ടുള്ളാന്നാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് ബ്ലൂ കളർ എന്ന് വെച്ചാൽ പ്രാന്താണ് ഗൈസ്, എനിക്ക് അറിഞ്ഞുകൂടാതെ എന്താണ്. അത് എൻ്റെ പാത്ത് വിട്ടേക്കുന്നത് അത് ഞാൻ എടുത്ത ഉടുപ്പാണ്, അതും ബ്ലൂ. ഞാൻ ഇതിൻ്റെ അടിയിലിട്ടിരുന്ന ടീഷർട്ടും ബ്ലൂ. അപ്പോൾ ഇത് കുഞ്ഞുവിന് എടുത്തതാണ് കേട്ടോ. എനിക്ക് ഈ കാക്കി ബ്ലാക്ക് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുഞ്ഞുവിന് കാക്കി നിക്കറും ബ്ലാക്ക് പാൻറ്റും എടുത്ത്, പാത്തുട്ടിക്ക് ഇതേ ഒരു ബ്ലാക്ക് പാൻറ്റ് തന്നെയാണ് പാത്തുട്ടിക്ക് എടുത്തത്. ഒരു ബ്ലാക്ക് പലാസോയാണ്, അധികം വീതി, അതായത് ഫ്ലെയർ ഒന്നും ഇല്ലാത്ത പലാസോ, നോർമൽ പലാസോയാണ്. പാത്തുട്ടിക്ക് ഒരു പലാസോ എടുത്ത്, കുറച്ച് ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ ഇത്, സാധാരണ നോർമൽ സാരി തുണിയൊന്നും അല്ല. അതും എടുത്ത്, പിന്നെ താണ്ട പാത്തുട്ടിക്ക് ഒരു ക്രോപ്പ് ടോപ്പും എടുത്തത്, ഈ ഒരു ക്രോപ്പ് ടോപ്പും എടുത്ത്. ഇത് വലിയ ആൾക്കാർക്ക് ഇടാൻ പറ്റിയ തരത്തിലുള്ള ക്രോപ്പ് ടോപ്പും അവിടെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഒരെണ്ണം എടുക്കണമെന്നുണ്ടായിരുന്നു, എടുത്തിട്ട് ട്വിന്നിങ് ഇടണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ ടോപ്പ് കണ്ട് നീല കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് മൊത്തത്തിൽ നീലമയമായി, എന്താന്തോ എനിക്ക് ബ്ലൂ മയം. പിന്നെ താണ്ടെ ഈ ഷാൾ ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ എടുത്തതാണ്, ചന്ദന കളർ ഷോള്. അപ്പോൾ നീലയ്ക്ക് ഇത് നല്ല മാച്ചാണല്ലോ. അപ്പം അതിൻ്റെ എൻഡിൽ നല്ല കല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ തട്ടത്തിൻ മറയത്തെ സുന്ദരിയായിട്ട് കുറച്ച് നേരം നിന്ന് ഷോയൊക്കെ കാണിച്ച്. എന്നെ ആരും സുന്ദരി എന്ന് വിളിച്ചില്ലെങ്കിൽ ഞാൻ തന്നെത്താനെ വിളിക്കും സുന്ദരി എന്ന്. എന്നെ പുകഴ്ത്താൻ എനിക്കൊരു തെണ്ടിയുടെ സഹായം ആവശ്യമില്ല. അപ്പം വ്ളോഗ് കഴിഞ്ഞു ഗൈസ്, ചെറിയൊരു പെരുന്നാൾ വ്ളോഗാണ്, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് ഞാൻ ഫോട്ടോ എടുത്തു, എൻ്റെ ടോപ്പ് ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് പെരുന്നാൾ വിഷസ് അറിയിക്കുന്നു. അപ്പം ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗാണിത് കഴിഞ്ഞു. കുട്ടികളുടെ ഡ്രസ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അവസാനം ഞാൻ പറമ്പെന്ന് മേടിച്ച് 50 രൂപയുടെ ഒരു ജിമിക്കയും കൂടെ ചേർക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത്രയുള്ളൂ, ടാറ്റാ.